ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര കമ്പത്തിലേക്കാണ്. അങ്ങനെ രാറ്റുപേട്ടിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി ബസ്സിലേക്ക് കയറി. അങ്ങനെ ഒരു ആലു ഭുജിയ മേടിച്ചു. ഇടയ്ക്ക് വിശക്കോണ കഴിക്കാമല്ലോ. ഇതാണ് ഇരാറ്റുപേട്ട KSRTC സ്റ്റാൻഡ്. ഇവിടെ നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് 25 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അരമണിക്കൂറാണ് റണ്ണിങ് ടൈം വരുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ബസ്സിൻ്റെ പേര് അനസ്മോൻ എന്നാണ് ബസ്സിൻ്റെ പേര്. ഒരു വെറൈറ്റി പേരാണ്. പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് റംബൂട്ടാൻ തോട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ ഇവിടേക്ക് റബ്ബറായിരുന്നു. ഇപ്പോൾ റബ്ബറൊക്കെ മാറി ഇപ്പോൾ റംബൂട്ടാൻ തോട്ടവും പൈനാപ്പിൾ തോട്ടവും ഒക്കെ ആയി. പോകുന്ന വഴിക്ക് ഒരു പുതിയൊരു നയാരപ്പമ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് പണിതൊരു നയാരപ്പമ്പാണ്. കാഞ്ഞിരപ്പള്ളി ലക്ഷ്യമാക്കി പോവുകയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പിന്നെ മുണ്ടക്കയത്ത് നിന്ന് കുമളിയിൽ നിന്ന് തേനി. ഇതാണ് നമ്മുടെ റൂട്ട് വരുന്നത്. അവിടെ ചെന്നിട്ട് മുന്തിരിപ്പാടം കാണണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ മുന്തിരിപ്പാടത്തിന് കൂടെ കുറേ അനുബന്ധ ആക്ടിവിറ്റീസൊക്കെ ഒരുപാടുണ്ട്. എന്തായാലും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാണ് ബസ്സിൻ്റെ ഉൾവശം. നല്ല പാട്ടൊക്കെ കേട്ട് യാത്ര ചെയ്യാൻ അടിപൊളി സുഖമാണ്. അങ്ങനെ ബസ് പിണ്ണാക്കനടുത്തിരിക്കുകയാണ്. പിണ്ണാക്കനാട് തിടനാട് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് പിണ്ണാക്കനാടാണ്. ഇതാണ് തിടനാട് പോലീസ് സ്റ്റേഷൻ. ഇരാറ്റുപേട്ടയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് 16 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അരമണിക്കൂറാണ് റണ്ണിങ് ടൈം വരുന്നത്. ഒരു അരമണിക്കൂർ ഓടുമ്പോഴും ബസ് നമുക്ക് എപ്പോഴും ലഭ്യമാണ്. ഇരാറ്റുപേട്ടയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്കും കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഇരാറ്റുപേട്ടയ്ക്ക് എപ്പോഴും ബസ് ലഭ്യമാണ്. അങ്ങനെ ഫൈനലി കാഞ്ഞിരപ്പള്ളിയിലെത്തി. ഇതാണ് കാഞ്ഞിരപ്പള്ളി സെൻട്രൽ ജംഗ്ഷൻ. നമ്മുടെ ബസ് സ്റ്റോപ്പിൽ അങ്ങനെ നിന്നു. ഒരു മുണ്ടക്കയം ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ഒരു ബസ് വരികയാണ്. സന്തോഷ് എന്നാണ് ബസ്സിൻ്റെ പേര്. ഇതാണ് പുതിയ സ്റ്റുഡിയോയും മാക്സും. സ്റ്റുഡിയോയിൽ വരുന്നവർക്ക് ഈ മാക്സിലും പോകാം. ഒരു വെടിക്ക് 2 പക്ഷി ആണ് കാഞ്ഞിരപ്പള്ളിയിൽ വന്നാലുള്ള ബെനിഫിറ്റ്. സ്റ്റുഡിയോയും മാക്സും അടുത്തടുത്താണ്. അങ്ങനെ മുണ്ടക്കയം ലക്ഷ്യമാക്കി പോവുകയാണ്. ഈ പോകുന്ന റൂട്ടാണ് KK റോഡ്, അതായത് കോട്ടയം കുമളി റോഡാണിത്. അങ്ങനെ ഫൈനലി മുണ്ടക്കയത്ത് എത്തിയിരിക്കുകയാണ്. 20 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് വന്നത്. ഇനി കുമളി ബസ്സിന് പോകണം. അങ്ങനെ നമ്മുടെ കുമളി ബസ് വന്നിരിക്കുകയാണ്. ഗ്രേസ് എന്നാണ് ബസ്സിൻ്റെ പേര്. 80 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. 2.5 മണിക്കൂറാണ് റണ്ണിങ് ടൈം വരുന്നത്. പോകുന്ന വഴിക്ക് ചുരങ്ങളും കുന്നുകളും മലകളും കോടമഞ്ഞുകളും ഒക്കെ കണ്ടുള്ള ഒരു മനോഹരമായൊരു കാഴ്ചയാണ് കുമളി റൂട്ട് നമുക്ക് സമ്മാനിക്കുന്നത്. ചുറ്റിനും കൊക്കയൊക്കെ ഉള്ള ഒരു അടിപൊളി നല്ലൊരു അനുഭവം നൽകുന്ന ഒരു യാത്രയാണ്. പോകുന്ന വഴിക്ക് ഒരു വലിയൊരു ബിൽഡിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൊക്കയാണ് ആ സൈഡിൽ. ഈ കുമളി റൂട്ടിലോട്ട് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുമളിലോട്ട് പോകുമ്പോൾ തന്നെ ഇടത് സൈഡിൽ ഇരിക്കുന്നതാണ് നല്ലത്. ഇടത് സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇതാണ് സെൻറ്റ് ആനീസ് കോളേജ്, പെരുവന്താനത്തെ ഒരു ഫേമസ് കോളേജാണ് സെൻറ്റ് ആനീസ് കോളേജ്. അതുപോലെ കുമളി യാത്രയിൽ എപ്പോഴും ഇടതുവശത്തിരിക്കുകയാണ് കണ്ടത്. വലതുവശത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കാഴ്ചകൾ കാണാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഗ്ലാസ് ഇട്ട ബസ്സിൽ ഒരിക്കലും കയറരുത്. ഷട്ടർ ഇട്ട ബസ്സിലാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഗ്ലാസ് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ സൈഡിൽ ആ ഗ്ലാസ് കിട്ടത്തില്ല. ഇതാണ് വളഞ്ഞെങ്ങാനം എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ഒരു ഫേമസ് വെള്ളച്ചാട്ടമുണ്ട്. ഇടത് സൈഡിലാണ്, നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇടത് സൈഡിൽ ഇരുന്നാലേ ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കാണാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ബസ്സിൽ കയറുമ്പോൾ ഷട്ടറുള്ള ബസ്സിൽ കയറുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. ഈ ഗ്ലാസ് ഇട്ട ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് ചിലപ്പോൾ ഓപ്പൺ ആകത്തില്ല. കുമളിയിൽ നിന്ന് വരുന്നൊരു ബസ്സാണിത്. ഒരു പ്രത്യേക വൈബ് തരുന്നൊരു കാഴ്ചയാണ് ഇതിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് ലഭിക്കുന്നത്. ഒരു ടീ ഫാക്ടറി കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കുട്ടിക്കാനത്ത് എത്തിയിരിക്കുകയാണ്. ഇതായി കാണുന്നതാണ് കുട്ടിക്കാനം മരിയൻ കോളേജ്. ഇടുക്കി ജില്ലയിലെ ഒരു ഫേമസ് കോളേജാണ് കുട്ടിക്കാനം മരിയൻ കോളേജ്. ഒരുപാട് സെലിബ്രിറ്റികൾ വരെ പഠിച്ചൊരു കോളേജാണ് കുട്ടിക്കാനം മരിയൻ കോളേജ്. ഒരുപാട് വിദേശികളൊക്കെ ഉണ്ട്. ആഫ്രിക്കയിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ പഠിക്കുന്നൊരു കോളേജാണ് മരിയൻ കോളേജ്. പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ലോകകപ്പിൻ്റെ ഫ്ലെക്സുകളൊക്കെ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കുമളി ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേന് ഇടുക്കിയിലെ മലയോര മേഖലയിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം പഴയ കെട്ടിടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഏലത്തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിരിക്കുകയാണ്. തേയിലത്തോട്ടമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഒരു സ്വിറ്റ്സർലൻഡിലൂടെയൊക്കെയുള്ള യാത്ര ചെയ്യുന്നൊരു അനുഭവമാണ് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പശുക്കളെയൊക്കെ കാണാം.
അങ്ങനെ പീരുമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ പീർമേട് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. ഇവിടെ എല്ലാം കുട്ടി ബസ്സാണ്. മൂവാർക്കിൻ്റെ ഒരുപാട് കുട്ടി ബസ്സുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭൂപ്രകൃതിക്ക് പറ്റിയ ബസ് അതായിരിക്കും. ഇതൊരു ടീ ഫാക്ടറി കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായൊരു ടീ ഫാക്ടറിയാണ്. കുമളി ലക്ഷ്യമാക്കി പോവുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ കുമളിയിൽ എത്തിച്ചേരുന്നതാണ്. പോകുന്ന വഴിക്കെല്ലാം തേയിലത്തോട്ടങ്ങൾ ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചങ്ങോട്ടും കൂടെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏലത്തോട്ടവും കാണാൻ സാധിക്കും. ഒരു സൈഡിൽ തേയിലത്തോട്ടം, ഒരു സൈഡിൽ ഏലത്തോട്ടം. നല്ല അടിപൊളി വെട്ടി വെച്ചേക്കുന്ന പോലെ ഒരു പ്രത്യേക ഭംഗി, ഒരു മെത്ത പോലെ നമുക്ക് കിടക്കാൻ തോന്നും കാണുമ്പോൾ തന്നെ. നല്ല കൂളിംഗ് ആണ്. ഒരു 26 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴത്തെ തണുപ്പെന്ന് പറയുന്നത്, ടെമ്പറേച്ചർ. ഇനി നമ്മൾ കുമളിയെല്ലാം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നേരെ മറിച്ചാകും, മുടിഞ്ഞ ചൂടായിരിക്കും. പെട്ടെന്ന് ക്ലൈമറ്റ് കാണുന്നതെല്ലാം ഈ വീഡിയോ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. എങ്ങനെ ഏറ്റവും ചിലവ് കുറച്ച രീതിയിൽ കുമളിയിലെത്താം, കമ്പം പോകാം എന്നെല്ലാം വീഡിയോ കാണാം. അങ്ങനെ ഫൈനലി കുമളിയിലെത്തിയിരിക്കുകയാണ്. കുമളിയിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലേക്കുള്ളൊരു ബോർഡർ ക്രോസിങ്. എനിക്ക് ശരിക്കും ഇൻ്റർനാഷണൽ ബോർഡർ ക്രോസിംഗ് ആണ് ഇഷ്ടം. പക്ഷേ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് സ്റ്റേറ്റ് ബോർഡർ ക്രോസിംഗ് ഇപ്പോൾ ചെയ്യുകയാണ്. കുമളിയിൽ നിന്ന് നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ കയറി തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചെന്നൈയിലേക്കും ദിണ്ടിഗലിലേക്കുള്ള ബോർഡുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് തമിഴ്നാട് SITCയുടെ ബസ്സുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ദിണ്ടിഗൽ 138 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ആണ് നമ്മുടെ കുമളി ചെക്ക് പോസ്റ്റ്. അങ്ങനെ തമിഴ്നാടിൻ്റെ ഭാഗത്തുള്ള ബസ് സ്റ്റാൻഡിലേക്ക് വരികയാണ്. തേനി ഭാഗത്തേക്ക് പോകാൻ വേണ്ടി കിടക്കുന്നൊരു ബസ്സാണ്. ഇവിടെ നിന്ന് നമ്മൾ ബസ്സിൽ കയറി ഗൂഡല്ലൂർ ഇറങ്ങണം. 15 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അവിടെ നിന്ന് വേറൊരു ചെറിയൊരു ബസ്സിൽ കയറി നമ്മുടെ സ്പോട്ടിൽ പോകണം. ഒരുപാട് കുരങ്ങന്മാരെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഭാഗത്താണ്. ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. കുരങ്ങന്മാരെ ശല്യം വെച്ചാൽ കുരങ്ങന്മാർ. അങ്ങനെ ഫൈനലി ബസ്സിൽ കയറി സൈഡ് സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. എപ്പോഴും നമുക്ക് ബസ് കിട്ടും. അതിനുവേണ്ടി ഒരു ബസ് പോയി കഴിഞ്ഞാലും ഇഷ്ടം പോലെ ബസ്സുകൾ പുറകെ ബസ് വരും. അത് കാരണം ബസ്സിൻ്റെ ഒരു ഷോർട്ടേജ് നമുക്കില്ല. 15 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഗൂഡല്ലൂർ വരെയാണ് ഈ ബസ്സിലുള്ള യാത്ര. 20ലധികം ഹെയർ പിൻ വളവുകൾ താണ്ടിയുള്ളൊരു യാത്രയാണിത്. ഒരുപാട് ഹെയർ പിൻ വളവുകളുള്ളൊരു ചുരമാണിത്. വളരെ മനോഹരമായ മലയണ്ണാനെയും കുരങ്ങനെയൊക്കെ കണ്ടുള്ളൊരു യാത്ര. ഒരു പ്രത്യേക അനുഭവം നൽകുന്നൊരു യാത്രയാണ്.
ഈ കാണുന്നതാണ് തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്ന പെൻസ്റ്റോക്ക് പൈപ്പ്. നല്ല ഭയങ്കര അവാര സൈസ് ഒരു പൈപ്പാണിത്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ ഇടയില്ല. അതാണ് ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ്. നമ്മൾ നിർത്തിയാണ് പോകുന്നത്. ഭയങ്കര റിസ്കി വഴിയും കൂടിയാണ്. മഴക്കാലമൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ല കോടമഞ്ഞൊക്കെ വെച്ച് ഭയങ്കര കാണാനും നല്ലതായിരിക്കും. പക്ഷേ അതുപോലെ തന്നെ അപകടവും കൂടുതലായിരിക്കും. നമ്മൾ ഈ ഇറങ്ങി ചെല്ലുന്നത് ലോവർ ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. ഈ ചുരത്തിൻ്റെ അടിവാരമാണ് ലോവർ ക്യാമ്പ്. നല്ല അടിപൊളിയായിട്ടാണ് റോഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല തിക്ക് ഫോറസ്റ്റ് സൈഡ്, രണ്ട് സൈഡിലും ഫോറസ്റ്റ്. അതിനോട് നടുവിലോട്ടുള്ളൊരു ബസ്സിലുള്ള യാത്ര അപാരം തന്നെ. വെസ്റ്റേൺ ഗാട്സ് നമ്മൾ പശ്ചിമഘട്ടം എന്താണെന്ന് പഠിച്ചിട്ടുള്ളത്. നമ്മൾ പശ്ചിമഘട്ടം എന്താണെന്ന് അടുത്തറിയുന്നൊരു യാത്രയാണ് ഈ യാത്രയിലൂടെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. നമ്മുടെ അങ്ങനെ ഗാർഡ് സെക്ഷൻ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ലോവർ ക്യാമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെയും ചെറിയൊരു ചെക്ക് പോസ്റ്റ് പോലെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ലോവർ ക്യാമ്പ്. നമ്മൾ ലോവർ ക്യാമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കണ്ടോ, പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയതുണ്ടോ. ഇനി ഫുൾ മുടിഞ്ഞ ചൂടായിരിക്കും. ഇത്രയും നേരം നമ്മൾ എ സിക്കകത്തിരുന്നിട്ട് നമ്മൾ നട്ട് പൊരി വെയിലത്തോട്ട് നമ്മൾ ചെന്ന് കയറാൻ പോവുകയാണ്. ഈ പോകുന്ന വഴിക്കെല്ലാം റോഡിൽ ഇതുപോലെ ഹമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബസ് കിടന്ന് ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും. ഇനി വണ്ടി 100 പോകും. കുമളി ഭാഗത്തു നിന്ന് വരുമ്പോൾ ഈ മുന്തിരിപ്പാടം ജെനീസ് ഗ്രേപ്സ് എന്നാണ് പറയുന്നത്. ആ ജെനീസ് ഗ്രേപ്സിൻ്റെ അവിടെ ഇറങ്ങണമെങ്കിൽ നമ്മൾ ലോക്കൽ ബസ്സിൽ കയറിയാൽ മാത്രമേ അവിടെ സ്റ്റോപ്പുള്ളൂ. ഇല്ലാത്ത ബസ്സിന് സ്റ്റോപ്പില്ല. ഈ പോകുന്ന ബസ്സിനൊന്നും സ്റ്റോപ്പില്ല. അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ഇല്ലാത്തപ്പോൾ നമ്മൾ ഗൂഡല്ലൂർ സ്റ്റാൻഡിൽ ഇറങ്ങുക. ഗൂഡല്ലൂർ സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോഴത്തേന് അവിടെ നമുക്ക് ലോക്കൽ പ്രൈവറ്റ് ബസ്സുകൾ കിട്ടും. അല്ലെ SCTCയുടെ തന്നെ ലോക്കൽ ബസ്സുകൾ കിട്ടും. ആ ലോക്കൽ ബസ്സുകൾ മാത്രമേ അവിടെ നിർത്തത്തുള്ളൂ. ചോദിക്കണം. അല്ലെങ്കിൽ ഷെയർ ഓട്ടോ കിട്ടും. 10 രൂപ 20 രൂപയും കണ്ട് കൊടുത്താൽ ഷെയർ ഓട്ടോ കിട്ടും. ഷെയർ ഓട്ടോയേക്കാളും നല്ല ബസ്സിന് പോകുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മൾ മലയാളികളാണെന്ന് അറിയുമ്പോഴത്തേന് ഇവർ കൂടുതൽ പൈസ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ബസ്സിന് പോകുന്നതായിരിക്കും നല്ല. ഗൂഡല്ലൂർ സ്റ്റാൻഡിൽ ഇരുന്നാൽ മതി. ഒരു 5-6 ബസ് പോകുമ്പോഴത്തേന് നമുക്ക് പോകാൻ പറ്റിയൊരു ബസ് കിട്ടും. എപ്പോഴും ബസ്സുണ്ട്.
പോകുന്ന വഴിക്കെല്ലാം നല്ല തെങ്ങിൻ തോപ്പുകളും എല്ലാം കണ്ട് തമിഴ്നാടിൻ്റെ ആ മനോഹാരിത കണ്ടുള്ള യാത്ര. തൊട്ടപ്പുറത്ത് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് കാണാം. ആ മലകളൊക്കെ ഇറങ്ങിയാണ് നമ്മുടെ ബസ് വന്നത്. പൊരി വെയിലാണ്. നമ്മൾ 26 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് വന്നിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് മുന്തിരിത്തോപ്പുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കാണുന്നതൊക്കെ മുന്തിരിപ്പാടമാണ്. കുറേ ഭൂമി ചുമ്മാ തരിശായിട്ട് കിടക്കുകയാണ്. പോകുന്ന വഴിക്കെല്ലാം ഒരു ഏക്കർ കണക്കിന് ചുളു വിലയ്ക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ഏക്കർ കണക്കിന് സ്ഥലമാണ് ചുമ്മാതെ കിടക്കുന്നത്. പോകുന്ന വഴിക്കൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയാസൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പ്രിയദർശിനി ബസ് കമ്പത്തിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പ്രിയദർശിനി ബസ്സിൽ വരുവാണെങ്കിൽ ഫ്രീ ആയിട്ട് മുന്തിരിത്തോട്ടമൊക്കെ കണ്ടിട്ട് പോകാൻ സാധിക്കും. ആ ബസ്സിൽ മുഴുവൻ തമിഴ്നാട്ടിലെ സ്ത്രീകളാണ് കയറുന്നത്. സ്ട്രെയിറ്റ് റോഡാണ്. 100-150 പോകാൻ വണ്ടിയിൽ. അങ്ങനെ ഫൈനലി ഗൂഡല്ലൂർ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗൂഡല്ലൂർ. ഇനി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങണം. അങ്ങനെ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നമ്മുടെ ബസ് പോവുകയാണ്. അങ്ങനെ ഫൈനലി ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ നിന്ന് ലോക്കൽ ബസ്സിനാണ് നമ്മുടെ മുന്തിരിപ്പാടത്തിലേക്ക് പോകേണ്ടത്. അപ്പാച്ചിമേട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ ഒരു ലോക്കൽ ബസ്സിൽ കയറി 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. 2-3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടെയുള്ളവർ ഇതിനെ അപ്പാച്ചിമേട് എന്നാണ് പറയുന്നത്. ഇതാണ് തമിഴ്നാടിൻ്റെ പഴയ മോഡൽ ബസ്, SETCയുടെ പഴയ പച്ച വണ്ടി. അതുകൂട്ടൊരു ബസ്സിനാണ് ഞാനും പോകുന്നത്. മറ്റേ വെള്ള ബസ്സുകളൊന്നും അവിടെ നിർത്തത്തില്ല. ഇതുകൂട്ട് പക്ക ലോക്കൽ ബസ്സുകൾ മാത്രമേ അവിടെ നിർത്തത്തുള്ളൂ. അങ്ങനെ നമ്മുടെ മുന്തിരിപ്പാടം ലക്ഷ്യമാക്കി വണ്ടി പോവുകയാണ്. ഇവിടെയുള്ളവരെല്ലാം എന്നെ അപ്പാച്ചിമേട് എന്നാണ് പറയുന്നത്. ഒരു HP പെട്രോൾ പമ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല റോഡാണ്. തമിഴ്നാട്ടിലെ റോഡുകൾ അടിപൊളി റോഡുകളാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ മുന്തിരിപ്പാടത്തിന് അവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ 2 മുന്തിരിപ്പാടമാണ് ഉള്ളത്. ഒന്ന് ജെനീസ് ഗ്രേപ്സും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരെണ്ണവും MSR എന്ന് പറയും. അങ്ങനെ ആദ്യമേ ജെനീസ് ഗ്രേപ്സിലോട്ട് പോവുകയാണ്. ഇതാണ് ജെനീസ് ഗ്രേപ്സ്. എൻട്രൻസ് എല്ലാം ഫ്രീ ആണ്. ചെല്ലുന്നതേ കാണുന്നൊരു ക്യാമലിനെയാണ്. ആദ്യമായിട്ടാണ് ഒരു ഒട്ടകത്തിനെ ഇത്രയും അടുത്ത് കാണുന്നത്.
അങ്ങനെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു. ഇതിൻ്റെ മേളിൽ കയറി നിന്ന് യാത്ര ചെയ്യുന്നതിന് 200 രൂപയാണ് റേറ്റ് വരുന്നത്. ഞാൻ പറഞ്ഞു അത് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ അവർ പറഞ്ഞു 150 രൂപയ്ക്ക് പറ്റുമെന്ന്. പക്ഷേ നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര ആയതുകൊണ്ട് ഞാനൊരു 100 രൂപ പറഞ്ഞു. അവർ സമ്മതിച്ചില്ല, അങ്ങനെ കയറിയില്ല. ഇനി രാജസ്ഥാനിൽ പോകുമ്പോൾ ഇതിന് അടിപൊളിയായിട്ട് കയറാം. ശരിക്കും ഒട്ടകത്തേക്ക് കയറുമ്പോൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇതിമ്മ ഒരു 100 മീറ്റർ പോകും, തിരിച്ചു വരും. ഒരു കുതിരയെ കണ്ടു. കുതിരയ്ക്കാണെങ്കിൽ പൊക്കമില്ല, കുഞ്ഞു കുതിര. ഇത് കോവർ കഴുതയാണോ സംശയമുണ്ട്. 2 കുതിരയുണ്ട്, 2 കുതിരയ്ക്കും പൊക്കമില്ല. ശരിക്കും കുതിര എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനേക്കാളും ഹൈറ്റ് വരും നല്ലൊരു കുതിരയ്ക്ക്. ഇത് കോവർ കഴുതയാണോ സംശയം. അങ്ങനെ മുന്തിരിപ്പാടത്തിലേക്ക് കയറുകയാണ്. മുന്തിരി പറിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചു. ഹിന്ദിയിലും കൂടെ എഴുതണമായിരുന്നു, ഹിന്ദിക്കാരും കൂടെ വരുന്നല്ലേ. ഇവിടെ മുന്തിരി ജ്യൂസ്, അടിപൊളി ഫ്രഷ് മുന്തിരി ജ്യൂസ് കിട്ടും. 50 രൂപയാണ് റേറ്റ് വരുന്നത്. അങ്ങനെ ഒരു മുന്തിരി ജ്യൂസ് മേടിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇന്നത്തെ ഫുഡ് ലാഭമായി. ഇതാണ് മുന്തിരിക്കുരകൾ. നമുക്ക് തൊടാനൊന്നും അനുവാദമില്ല, എന്നാലും ഇടയ്ക്ക് തൊട്ടൊക്കെ നോക്കി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം, പറിക്കരുത്. ഇതാണ് മുന്തിരി തൈകൾ. 40 രൂപയാണ് റേറ്റ് വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. അവിടെയാണ് കുറേ ആക്ടിവിറ്റീസ് ഉള്ളത്. MSR മുന്തിരിത്തോട്ടം. ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴ് എഴുതിയ ബോർഡ് കാണാം. അങ്ങനെ വന്നു, വഴി തെറ്റി അപ്പുറത്തെ വഴി കൂടെ വരണം. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. അങ്ങനെ കയറി വന്നതേ നമ്മൾ കാണുന്നതൊരു സംഭവമാണ്, പെറ്റ്സ് പാർക്ക്. അങ്ങനെ ഏതായാലും കയറി 50 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറി പാമ്പിനെയൊക്കെ കൈകൊണ്ടെടുക്കാം. പിന്നെ എക്സ്ട്രാ എടുക്കുന്നതിന് 50 രൂപ വേറെ കൊടുക്കണം. ഒരുപാട് മൃഗങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാമ്പിനെയൊക്കെ കിട്ടി. ഇതാണ് പാമ്പ്. പാമ്പിനെ കഴുത്തിൽ വെച്ച് തരുമെന്നാണ് ഞാൻ ഓർത്തത്, പക്ഷേ കഴുത്തിലൊന്നും തോന്നില്ല, പുള്ളി കയ്യിലാണ് വരുന്നത്. ചെറിയൊരു വഴുവഴുപ്പാണ്. ആ സമയത്തൊന്നും നമുക്കൊന്നും പേടിയൊന്നും തോന്നില്ല. നമ്മളൊരു ട്രാവലിംഗ് മൈൻഡ് ഇരിക്കുമ്പോൾ നമ്മൾ ഏതും ആക്ടിവിറ്റീസും ചെയ്യും. അങ്ങനെ ഒരു മക്കാവിനെ കിട്ടി. മക്കാവ് ഭയങ്കര സൗണ്ടായിരുന്നു മക്കാവിൻ്റെ. അങ്ങനെ വേറൊരു മക്കാവ്. ഈ മക്കാവ് പുതിയ മക്കാവുമാണ്, ഇണങ്ങിയിട്ടില്ല. അത് കാരണം കുറച്ച് താമസം വരും, അല്ലെങ്കിൽ ഈ മക്കാവൊക്കെ നമ്മുടെ ദേഹത്ത് കയറിയാനെ. അങ്ങനെ ഫൈനലി ഞാൻ പെരുമ്പാമ്പിനെ കയ്യിലെടുത്തു. ഇതിൻ്റെ പേര് ബോൾ പൈത്തൺ എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെ ഒരു തത്തയ്ക്ക് ഞാൻ ഫുഡ് കൊടുത്തു. അങ്ങനെ ഒരു തത്ത എൻ്റെ ദേഹത്തോട്ട് വലിഞ്ഞു കയറി. ഇത് കയറിക്കഴിഞ്ഞ് ഇത് ഇറങ്ങിപ്പോകത്തില്ല. അവിടെ ഇവിടെ എല്ലാം കുത്തിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ കൊത്തും തരും. നല്ല സുഖം. ശരിക്കും ഈ യാത്രയിൽ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ കാര്യങ്ങളാണിത്. ഞാൻ ഒരിക്കലും ഒരു പാമ്പിനെ തൊട്ടിട്ടില്ലായിരുന്നു, പാമ്പിനെയും തൊട്ടിട്ടില്ലായിരുന്നു, ഒരു ഒട്ടകത്തിനെയും തൊട്ടിട്ടില്ലായിരുന്നു. അതെല്ലാം എനിക്ക് സാധ്യമായത് ഇന്നത്തെ ഈ യാത്രയിലൂടെയാണ്. വെറും 50 രൂപയ്ക്കാണ് ഈ കാര്യങ്ങളെല്ലാം സാധ്യമായത്. ഇവിടെ മുഴുവൻ മലയാളികളാണ്, ഫുള്ള് മലയാളികൾ വെച്ചാൽ ഫുള്ള് മലയാളികൾ. അങ്ങനെ തത്ത കയറി ഇക്കിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ നിന്ന് വേറെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, ഊഞ്ഞാലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. അതിന് ഭയങ്കര റേറ്റാണ്, 200 രൂപ 400 രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത്. അത് ഇച്ചിരി കൂടുതലായിപ്പോയി. നമ്മളെ വരവേക്കാൻ വേണ്ടി ഒരു വലിയൊരു ചിമ്പാൻസിയുടെ ഒരു പ്രതിമയുണ്ട്, അടിപൊളി ഒരു ചിമ്പാൻസിയുടെ പ്രതിമയാണ്. ഇതാണ് മുന്തിരിയുടെ പച്ചക്കൊല. അങ്ങനെ ചിമ്പാൻസിയുടെ കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു വന്നു. ഇതാണ് വാഴക്കൊമ്പ്, തെങ്ങിൻ കൊമ്പ്, അങ്ങനെ എന്തോ